ഷീല അരങ്ങേറ്റം കുറിച്ച ഭാഗ്യജാതകം 1962 നവംബർ 16-നാണ് റിലീസായത്. ഭാഗ്യജാതകത്തിൽ സത്യൻ ഇരട്ട വേഷത്തിൽ അഭിനയിച്ചതും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഇതിൻ്റെ കഥയും ഗാനങ്ങളും സംവിധാനവും പി ഭാസ്കരൻ്റേതായിരുന്നു. സംഭാഷണം ജഗതി എൻ കെ ആചാര്യയുടെയും ബി എൻ കൊണ്ടറെഡ്ഡി, വി അബ്ദുള്ള, പി ഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത്. പി ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. കോട്ടയം ശാന്ത, ജമുന റാണി, കെ ജെ യേശുദാസ്, മെഹബൂബ്, പി ലീല, പരമശിവം, സുധൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഛായാഗ്രഹണം ഡി വി രാജാറാം. ഇതിലെ ആദ്യത്തെ കൺമണി എന്ന ഗാനം പോപ്പുലറായ ഗാനമാണ്. സത്യൻ, ഷീല, കൊട്ടാരക്കര, പങ്കജവല്ലി, ടി എസ് മുത്തയ്യ, ബഹദൂർ, നാരായണപിള്ള, അടൂർ പങ്കജം, അടൂർ ഭവാനി, നാണുക്കുട്ടൻ, അടൂർ ബാസി, എം ജി മേനോൻ, സാം, പി എ തോമസ്, കെടാമംഗലം അലി, ചിത്രാദേവി എന്നിവരായിരുന്നു താരങ്ങൾ. ഇതിലെ കഥ: എസ്റ്റേറ്റ് ഉടമ ശങ്കരൻ തമ്പി രോഗിയാണ്. ഭാര്യ പാർവതി അമ്മ ശയ്യാവലംബയും. മകൻ സുരേന്ദ്രൻ ഡോക്ടറാണ്. ഭാര്യ രാധ യോഗാചാര്യൻ അച്യുതൻ പിള്ളയുടെ മകളാണ്. ശങ്കരൻ തമ്പിയുടെ അനന്തരവൻ രാജശേഖരൻ തമ്പിയും ഭാര്യ വിലാസിനിയുമാണ് ശങ്കരൻ തമ്പിയുടെ ഗ്രഹഭരണക്കാരായിരുന്നത്. ഒരിക്കൽ സുരേന്ദ്രൻ എറണാകുളത്തേക്ക് പോയ സമയത്ത് ശങ്കരൻ തമ്പിക്ക് ഹൃദ്രോഗ പ്രശ്നമുണ്ടായി. ഈ സമയം കുടിലബുദ്ധിക്കാരനായ രാജശേഖരൻ തമ്പിയുടെ ഒപ്പ് വെറും കടലാസിൽ വാങ്ങിച്ച് അദ്ദേഹത്തിന് വിഷം നൽകി. ഇക്കാര്യം മനസ്സിലാക്കിയ തമ്പി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മരണമടയുകയാണ് ഉണ്ടായത്. സുരേന്ദ്രൻ്റെ സഹപ്രവർത്തകനായ വേണു സുരേന്ദ്രനെ കാര്യങ്ങൾ അറിയിച്ചു. അതിശീഘ്രം കാറോടിച്ചു വന്ന അയാൾ അപകടത്തിൽ പെടുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തു. താൻ ആരാണെന്ന് പോലും പറയാൻ അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഇത് ഭ്രാന്താണെന്ന് കരുതി അയാളെ ഡോക്ടർ പൂഞ്ഞാറിൻ്റെ ഭ്രാന്താശുപത്രിയിലാക്കി. സുരേന്ദ്രൻ്റെ മുഖച്ഛായുള്ള ആളാണ് ചന്ദ്രൻപിള്ള. ഓം ജീവിതാനന്ദ സംഗീത നടന സഭയിലെ ബഫൂണും. അയാൾ ഒരു ദിവസം പരിചയക്കാരനായ ഭ്രാന്താശുപത്രിയിലെ വാച്ചറെ കാണുകയും അയാളുടെ സഹായത്താൽ ആശുപത്രി ചുറ്റി നടന്ന് കാണാനും തുടങ്ങി. ചന്ദ്രൻപിള്ളയെ കണ്ട സുരേന്ദ്രൻ അയാളെ മർദ്ദിച്ചവശനാക്കി അവിടെ ഇട്ട ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു. സുരേന്ദ്രൻ്റെ ഭാര്യ രാധയുടെ കുശലമന്വേഷിക്കാൻ സുഹൃത്തായ ഡോക്ടർ വേണു അവിടെ ചെല്ലുമായിരുന്നു. രാധയുടെ രഹസ്യ കാമുകനാണ് വേണു എന്ന് വിലാസിനി പറഞ്ഞു പരത്തി. വീട്ടിലെ ജീവിതം ദുസ്സഹമായ രാധ വീട് വിട്ടിറങ്ങി. കാറ്റിലും മഴയത്തും അലഞ്ഞു നടന്നിരുന്ന സുരേന്ദ്രൻ്റെ തലയിൽ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുകയും ആ ആഘാതത്തിൽ അയാൾക്ക് ഓർമ്മ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ എത്തിയ രാധയെ അയാൾ തിരിച്ചറിഞ്ഞു. പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ അയാൾ മറ്റൊരു വീട്ടിലയക്കുകയും ചെയ്തു. അവിടെ വെച്ച് രാധ പ്രസവിച്ചു. സുരേന്ദ്രൻ വീട്ടിലേക്ക് പോയി. അമ്മയുടെ സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ അവർക്ക് ഒരു ശസ്ത്രക്രിയ ഉടൻ വേണമെന്നായി. സർജറി നടന്നുകൊണ്ടിരിക്കെ വീട്ടിലെത്തിയ രാജശേഖരൻ വിവരമറിഞ്ഞ് സർജറി റൂമിലേക്ക് പോയി. കാവൽക്കാരനെ മർദ്ദിച്ച് അവശനാക്കി. പിന്നീട് വേണുവിനെ നേരിട്ട ശേഷം സുരേന്ദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ അപ്പോഴേക്കും ശസ്ത്രക്രിയ വിജയകരമായി പര്യവസാനിച്ചിരുന്നു. തങ്കപ്പൻ എന്നയാളുടെ ഫോൺ സന്ദേശമനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് രാജശേഖരനെ അറസ്റ്റ് ചെയ്തു. സംസാരിക്കാറായ അമ്മ പാർവതിയമ്മ ഭർത്താവ് തന്നോട് രാജശേഖരനെപ്പറ്റി പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചു. പുതിയ സംഭവവികാസങ്ങൾ തുടർന്ന് വിലാസിനിക്ക് ഭ്രാന്തായി. എല്ലാം മംഗളകരമായി അവസാനിച്ചു. ഇതിന് കാരണം രാധ പ്രസവിച്ച സുരേന്ദ്രൻ്റെ കുട്ടിയുടെ ഭാഗ്യജാതകമാണെന്ന് അവർ വിശ്വസിച്ചു.